മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയാമോ? അത് കേവലം ഒരു യുദ്ധമല്ല, പിന്നെന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ആഗോള സമാധാനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും കാവലാളുകളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വൻ ശക്തി സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നതിന്റെ പരസ്യമായ തെളിവാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അരങ്ങേറുന്നത്. വ്യാജമായ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമായ വാദങ്ങളും ഉയർത്തിക്കാട്ടി ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന് മേൽ സർവ സൈനിക ശക്തിയും പ്രയോഗിക്കുമെന്ന് തുറന്ന ഭീഷണിപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നയതന്ത്ര മര്യാദകളുടെയും നഗ്നമായ ലംഘനമല്ലാതെ മറ്റെന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വൻ സൈനിക പ്രഹരശേഷി ഇറാനെതിരെ പ്രയോഗിക്കാൻ അമേരിക്കൻ സേന സജ്ജമായി നിൽക്കുകയാണെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൊട്ടു പിന്നാലെ ആക്രമണം താൽക്കാലികമായി റദ്ദാക്കിയതായി അവകാശപ്പെടുന്നത് നയതന്ത്രത്തിലെ വഞ്ചനാപരമായ ഒരു നാടകം മാത്രമാണോ? യൂട്ടേൺ രാജകുമാരൻ ഇറാന്റെ പക്കൽ നിന്ന് മേഖലയിലെ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നോ സമാധാന കരാറിനായുള്ള അടിയന്തര അഭ്യർത്ഥന ലഭിച്ചതിനാലാണ് ഈ പിന്മാറ്റം എന്ന അമേരിക്കൻ വാദം തങ്ങളുടെ യുദ്ധക്കൊതിയെ ലോകത്തിന് മുന്നിൽ ഭംഗിയായി വെള്ളപൂശാനുള്ള തന്ത്രം മാത്രമാണ്. ഭൂഗോളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാവുന്ന വൻ സാമ്രാജ്യത്വ കളികളുടെ അവസാനം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണണം. തങ്ങൾ മുന്നോട്ട് വെക്കുന്ന കർശനമായ നിബന്ധനകൾ അംഗീകരിച്ച് എത്രയും വേഗം ഒരു കരാർ ഉണ്ടാക്കിയാൽ അത് മാത്രമേ ആക്രമണത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറൂ എന്ന ട്രൂത്ത് സോഷ്യലിലൂടെ ഭീഷണിപ്പെടുത്തുമ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമന്വയമല്ല, മറിച്ച് ഇറാനെ കൊണ്ട് കേവലമായ അടിയറവ് പറയിപ്പിക്കൽ മാത്രമാണ്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഉടനടി പൂർണ്ണമായും തുറന്നു നൽകുമെന്നും ഇറാന്റെ ആണവ പ്രതിരോധ പദ്ധതികൾ പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നുമുള്ള നിബന്ധനകൾ ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ സ്വയം നിർണയാവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമല്ലേ അത്? അന്താരാഷ്ട്ര തർക്കങ്ങൾ ചർച്ചകളിലൂടെയും സമാധാനപരമായ സമവായങ്ങളിലൂടെയും പരിഹരിക്കുന്നതിന് പകരം മിഡിൽ ഈസ്റ്റിൽ കനത്ത ബോംബിങ്ങും ഭീതിയും വിതച്ച സ്വന്തം ആധിപത്യം സ്ഥാപിക്കുന്ന എന്നത് വാഷിംഗ്ടണിന്റെയും പഴയകാല വിദേശ നയങ്ങളുടെ തുടർച്ച തന്നെയാണ്. ഇസ്രയേലുമായി ചേർന്ന ഇറാനിലെ ഊർജ അടിസ്ഥാന സൗകര്യ ലക്ഷ്യങ്ങൾക്കെതിരെ ഇതുവരെ നടത്താത്തതിൽ വെച്ച ഏറ്റവും കഠിനമായ ബോംബിംഗ് ആക്രമണങ്ങളാണ് അമേരിക്ക ആസൂത്രണം ചെയ്തിരുന്നത് എന്നത് ഒരു പ്രമുഖ ആഗോള മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ മാധ്യമ പ്രവർത്തകർ മുന്നിലിരിക്കെ ഇറാനിയക്കാരെ തങ്ങൾ കഠിനമായി പ്രഹരിക്കുമെന്ന്, ഇത് സഹിക്കാൻ കഴിയില്ലെന്ന് അവർ പറയുന്ന ഘട്ടം വരെ അത് തുടരും എന്ന് ട്രംപ് പരസ്യമായി പറഞ്ഞത് അന്താരാഷ്ട്ര നയതന്ത്രത്തിലല്ല, മറിച്ച് ഒരു അധോലോക നേതാവിന്റെ ഭാഷയ്ക്കാണ് തുല്യമാകുന്നത്. ആഗോള എണ്ണ വിപണിയിലെ സുപ്രധാനമായ കപ്പൽ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം പിടിച്ചെടുക്കാനും അന്താരാഷ്ട്ര ഇന്ധന ശൃംഖലയെ സ്വന്തം കസ്റ്റഡിയിലാക്കാനും അമേരിക്ക നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ കടുത്ത തകർച്ചയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ സംഘർഷം മൂലം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിലയിൽ ഗണ്യമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും വ്യാപാര മേഖലയിൽ വൻ അനിശ്ചിതത്വം ഉടലെടുക്കുകയും ചെയ്തത് അമേരിക്കയുടെ സ്വാർത്ഥതാപരമായ വിദേശ നയം ഒന്നുകൊണ്ട് മാത്രമാണ്. പക്ഷേ അവിടെയാണ് അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും വളരെ വലിയ ഒരു അബദ്ധം പറ്റിയത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഏകപക്ഷീയമായ ഭീഷണികൾക്കും അധിനിവേശ ശ്രമങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കാൻ ഇറാൻ ഒട്ടും തയ്യാറല്ല എന്ന കൃത്യമായ സന്ദേശമാണ് ടെഹ്റാൻ ഇപ്പോൾ നൽകുന്നത്. മേഖലയിൽ വൻ യുദ്ധഭീതിയും സംഘർഷവും വർദ്ധിപ്പിക്കുന്നത് അമേരിക്കയാണെന്ന് പരസ്യമായി കുറ്റപ്പെടുത്തിയ ഇറാൻ സൈനിക നേതൃത്വം അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്ക് പിന്തുണ സഹകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു പ്രാദേശിക രാഷ്ട്രവും യുദ്ധത്തിന്റെ തീജ്വാലകളിൽ വിഴുങ്ങപ്പെടുമെന്ന് കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ട്വിസ്റ്റ് എന്താണെന്ന് അറിയാമോ?
മുൻപ് ഏപ്രിലിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ തകർന്നതിനെ തുടർന്ന് അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കുകയും പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ബോംബിടുകയും ചെയ്തപ്പോൾ ഇറാന്റെ സായുധ സേന അത്ഭുതകരമായ പ്രതിരോധമാണ് കാഴ്ചവെച്ചത്. തങ്ങളുടെ അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് അവർ തക്കതായ മറുപടി നൽകി. അമേരിക്കൻ സൈനിക ആസ്തികൾക്ക് നേരെയും ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതത്തിന് നേരെയും കനത്ത പ്രതിരോധം തീർക്കാൻ ഇറാന് സാധിച്ചത് അമേരിക്കയുടെ സൈനിക ഗർഭിനേറ്റ കനത്ത പ്രഹരമായി മാറി. കേവലം സൈനിക ബലപ്രയോഗത്തിലൂടെ മറ്റുള്ള രാജ്യങ്ങളെ അടിച്ചമർത്താമെന്ന അമേരിക്കൻ മനോഭാവത്തിനെതിരെ അയൽ രാജ്യങ്ങളുടെയും ആഗോള ശക്തികളുടെയും ഒപ്പം നിർത്തിക്കൊണ്ട് തങ്ങളുടെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന നയതന്ത്ര സൈനിക നീക്കങ്ങൾ അമേരിക്കക്ക് വലിയ തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം സാമ്പത്തിക ലാഭത്തിനും മേധാവിത്വത്തിനും വേണ്ടി മിഡിൽ ഈസ്റ്റിലെ മൊത്തത്തിൽ വിനാശകരമായ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന ട്രംപിന്റെ നയത്തിനെതിരെ അവരുമായി കടുത്ത ബന്ധം പുലർത്തുന്ന ഗൾഫ് രാജ്യങ്ങൾ പോലും ഇപ്പോൾ കടുത്ത ഭയപ്പാടോടെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അമേരിക്ക ആസൂത്രണം ചെയ്ത അല്ലെങ്കിൽ ട്രംപ് ആസൂത്രണം ചെയ്ത കഠിനമായ ബോംബിംഗ് ആക്രമണ പദ്ധതികളെ കുറിച്ച് അറിഞ്ഞ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേരിട്ട് ട്രംപുമായി ഫോണിൽ സംസാരിച്ച് തങ്ങളുടെ ആശങ്ക അറിയിച്ചതും ഈ നീക്കത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടതും അമേരിക്കൻ തന്ത്രങ്ങൾക്കുണ്ടായ വൻ തിരിച്ചടിയാണ്. ഇറാനെതിരെ ആക്രമണം മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലെ ഊർജ വിതരണ ശൃംഖലകൾക്ക് ഭീഷണിയാകുമെന്നും യുദ്ധം അനിയന്ത്രിതമായി തന്നെ പടരുമെന്നും സൗദി അറേബ്യ ഭയപ്പെടുന്നു. ഇതിനിടയിൽ മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള അമേരിക്കൻ പൗരന്മാരോട് അതീവ ജാഗ്രത പാലിക്കാനും വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടുന്നതിനു മുൻപേ അല്ലെങ്കിൽ അതിർത്തി അടച്ചുന്നതിനുമുള്ള സാധ്യത മുന്നിൽ കണ്ട എപ്പോൾ വേണമെങ്കിലും രാജ്യം വിടാൻ സജ്ജരായിരിക്കാനും വാഷിംഗ്ടണിന് നിർദ്ദേശം നൽകേണ്ടി വന്നത് സ്വന്തം അബദ്ധ നയങ്ങൾ മൂലമുണ്ടായ തോൽവി സമ്മതിക്കലാണ്. സ്വന്തം ജനങ്ങൾക്ക് പോലും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത വിധം മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരപ്പെടുത്തിയത് അമേരിക്കൻ ഭരണാധികാരികളുടെ യുദ്ധക്കൊതി അത് ഒന്നുകൊണ്ട് മാത്രമല്ലേ? ഒരു വശത്തെ ലോക മാധ്യമങ്ങൾക്ക് മുന്നിൽ സമാധാനത്തെക്കുറിച്ചും നയതന്ത്ര കരാറുകളെ കുറിച്ചും സംസാരിക്കുകയും മറുവശത്ത് ഇസ്രയേലിനെ ഒപ്പം നിർത്തി ഭീഷണികളും കനത്ത ആയുധ പ്രയോഗങ്ങളും നടത്തുകയും ചെയ്യുന്നത് അമേരിക്കൻ ഭരണകൂടങ്ങളുടെ സ്ഥിരം ഇരട്ടത്താപ്പാണ്. സ്വന്തം സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ സാമ്പത്തികമായി തകർക്കാൻ ദീർഘകാല ഉപരോധങ്ങളെ ആയുധമാക്കുന്നതിനും ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നതിനും വൻ ശക്തികൾക്ക് ദീർഘകാലത്തെ ചരിത്രമുണ്ട്. എന്നാൽ 21ാം നൂറ്റാണ്ടിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം ഭീഷണികൾ പഴയതുപോലെ എളുപ്പത്തിൽ വിജയിക്കില്ല എന്നതാണ് സത്യം. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളെ വെറും കാഴ്ചക്കാരാക്കി നിർത്തി ലോകത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തീരുമാനങ്ങൾ തങ്ങൾ തനിയെ എടുക്കുമെന്ന ട്രംപിന്റെ ധാർഷ്ട്യത്തിനെതിരെ ഇന്ന് ആഗോള സമൂഹത്തിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ ഉയരുന്നുണ്ട്. ഭീഷണികളിലൂടെയും അന്ത്യശാസനങ്ങളിലൂടെയും രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ പരമാധികാരം കവർന്നെടുക്കാമെന്ന വിചാരത്തിന് ഇറാന്റെ കടുത്ത നിലപാടുകൾ വലിയൊരു പാഠമാണ് നൽകുന്നത്. ഏതൊരു വൻ ശക്തിക്കും മുകളിലാണ് സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ പരമാധികാരവും ആത്മാഭിമാനവും എന്ന ഈ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമാധാനം എന്നത് ഒരു വൻ ശക്തിയുടെ ദാനമല്ല, മറിച്ച് സ്വന്തം രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ജനങ്ങളുടെ അവകാശമാണ്. അമേരിക്കയുടെ വഞ്ചനാപരമായ നയതന്ത്ര നാടകങ്ങളെ മറികടന്ന് മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് സാധിക്കുമോ? അതോ ലോകം മറ്റൊരു വൻ സാമ്പത്തിക സങ്കീർണതയിലേക്ക് കൂപ്പുകുത്തുമോ? ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അമേരിക്കയുടെ ഇത്തരം ഏകപക്ഷീയമായ അധിനിവേശ തന്ത്രങ്ങൾ ശരിയാണോ? ട്രംപിന്റെ നടപടി ശരിയാണോ? ഇറാൻ സ്വീകരിക്കുന്ന കടുത്ത പ്രതിരോധ നിലപാടുകളാണോ ന്യായമായത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.